ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ജയ്പൂരിൽ നിന്നും ജയ്സാൽമീറിലോട്ടുള്ള യാത്ര ഇവിടെ തുടങ്ങുകയാണ്. രാജസ്ഥാനിൽ വന്നിട്ട് മരുഭൂമി കണ്ടില്ലേ, എങ്ങനെയാണ് മരുഭൂമിയിൽ പോയി ഒട്ടകത്തിന്റെ മേലെ യാത്ര ചെയ്യാൻ നമ്മൾ ജയ്സാൽമീറിലോട്ട് കേട്ടോ. യോ ഗായ്സ്, അപ്പോൾ നമ്മള് ജയ്സാൽമീർ പോകാനുള്ള ഹൈവേ കേട്ടോ. ഇത് ഹൈവേ ആണോന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ജയ്സാൽമീർ പോവാണ്. നമ്മുടെ ഇപ്പൊ താമസിച്ച ഹോട്ടലിട്ട് ഒരു ചേട്ടൻ മലയാളിയായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി തന്നെ അവിടെ ഒരു ഹോട്ടലിൽ സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ പോയി നോക്കണം എന്താണ് അവസ്ഥ. എന്തായാലും നമ്മൾ മരുഭൂമി പോകാൻ തീരുമാനിച്ചത് നമ്മൾ മരുഭൂമി പോകാതെ വരരുത്. അപ്പോൾ നമുക്ക് ഡേയ്സ് കുറച്ച് കുറവായിട്ടുണ്ട്. ഒരു ഡേ കൂടിയിട്ടുണ്ട്. ഒന്നല്ല, ഇപ്പം അവിടെ താമസിച്ചൊരു ഡേയും പിന്നെ അവിടെ തിരിച്ചു വരേണ്ട ഡേയും അങ്ങനെ 2 ഡേ എക്സ്ട്രാ കയറി വന്നിട്ടുണ്ട്. എന്നാലും സീനില്ല. നമുക്ക് മഞ്ഞായി, കടലായി, മലയായി, എന്താ പറയുക, കാടായി, മരുഭൂമി മാത്രം നമ്മുടെ വീഡിയോയിലില്ല എന്നുള്ളത് ഒരു കുറവല്ലേ. പിന്നെ ഇതൊക്കെ എന്താ പറയുക, നമ്മൾ പിന്നെ ഇനി അടുത്തൊരു ട്രിപ്പ് വരുവാണെങ്കിൽ കൂടെ ജയ്സാൽമീർ ഇവിടെ നിന്ന് ജയ്പൂരിൽ നിന്ന് ഏകദേശം 550 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അത്രയും ദൂരം പോയിട്ടൊന്നും നമ്മൾ അവിടെ നിന്ന് എന്താ പറയുക ജയ്സാൽമീർ പോവുക, മരുഭൂമി പോവുകയൊന്നും ചെയ്യില്ല. പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പോകേണ്ടി വരും. അപ്പം അങ്ങനെ ഒരു പരിപാടിക്ക് നിൽക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ നേരെ ജയ്സാൽമീർ പോകുന്നു. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നു. മരുഭൂമി എങ്ങനെയുണ്ടെന്ന് ഇപ്പം ഇത്രയും നാളും മഞ്ഞിൽ കിടന്നിട്ട് പതുക്കെ ഞാൻ ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് വരുന്നുണ്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. നേരെ മരുഭൂമി പോകുന്നുണ്ട്. ഇവിടെ നല്ല മഴക്കാറാണ് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടിൽ പെയ്യുന്ന പോലെ കോരിച്ചൊരിയുന്ന മഴയല്ല. ഒരുമാതിരി എന്താ പറയുക, നിൽക്കാതെ പെയ്യുന്ന ചനുചനെന്ന് പറഞ്ഞിട്ട് മഴ പാറിക്കൊണ്ടിരിക്കും. ഭ്രാന്താവും. വണ്ടി കഴുകി കുട്ടപ്പനാക്കി എടുത്തിട്ട് ഇത് ഇപ്പോൾ ഫുള്ള് കളിയാണ് കേട്ടോ. നമ്മൾ ഒരു റൈഡിലിരിക്കുമ്പോൾ നമ്മളെ വണ്ടി അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും മനസ്സിലൊരു വിഷമം. അതിപ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ നേരെ ആ ഹോട്ടലിൽ പോകണം. ഏകദേശം നമ്മളൊരു 8 മണിയാവും കേട്ടോ. 8:30 ആവും അവിടെ എത്താൻ. സോ നേരെ അവിടെ പോകുന്നു. ആ ഹോട്ടലിൽ റൂം എടുക്കുന്നു. അടുത്ത ദിവസം നമ്മൾ മരുഭൂമി. അതാണ് ഇപ്പോഴത്തെ പ്ലാന്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ അയ്യോ കടന്നു പോയി. ബ്രേക്ക്ഫാസ്റ്റ് എണ്ണ അടിച്ചിട്ട് പോവാം. അതാണ് ബെറ്ററെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം എണ്ണ കുറവാണ്. നമുക്ക് എണ്ണ അടിച്ചിട്ട് പോവാം. ഇനിയും വേറെ നോക്കി കഴിഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ടാങ്ക് ഫില്ല് ചെയ്തിട്ട് റോങ് സൈഡ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴിയില്ല, വണ്ടിയൊന്നുമില്ല. അതുകൊണ്ട് നാഗോർ റോഡ്. ഓക്കെ, അപ്പോൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നു. ഇന്നത്തെ ആദ്യത്തെ ടാങ്ക് ഫില്ലിംഗ് ആണ് കേട്ടോ. വീട് ടാങ്ക് ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഒരു 1.5 മണിക്കൂറായിട്ട്, 1.5 അല്ല 2 മണിക്കൂറിൻ്റെ അടുത്തായി നമ്മൾ റൈഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മൾ നിർത്തിയില്ല കേട്ടോ, എവിടെയും നിർത്തിയിട്ടില്ല. വെള്ളം കുടിക്കാൻ പോലും നിർത്തിയിട്ടില്ല. കിട്ടുന്നുണ്ട് അങ്ങനത്തെ പ്ലെയിൻ സിംഗിൾ റോഡ് ഹൈവേ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം. പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 8:30 ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ടൈം കാണിക്കുന്നത്. 480 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ ഓൾമോസ്റ്റ് 100 കിലോമീറ്റർ മുകളിലേക്ക് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ അത്ര സ്പീഡ് പോകുന്നില്ല കേട്ടോ. ഈ സിംഗിൾ റോഡ് ആയതുകൊണ്ട് നമ്മൾ അത്ര സ്ട്രെസ് ചെയ്യുന്നില്ല. എന്നാലും കുഴപ്പമില്ല.
ഇവിടുത്തെ ഇത് എന്താ പറയാ, അതായത് മണ്ണ് ടറേൻസ് മാറുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. കള്ളിമുൾ ചെടികളാണ്, ഒരു തമിഴ്നാട് ഫീല് വരുന്നുണ്ട്. ഫുള്ള് എന്താ പറയാ അങ്ങനത്തെ ഒരു ഇത്. ആഹാ, അവിടെ എന്തോ ഒരു ടോളാണത്. ഈ റോഡിന് ഒരു ടോളോ? ഇതെന്താ നാഷണൽ ഹൈവേ? നാഷണൽ ഹൈവേ ആണെന്ന് തോന്നുന്നു. സ്റ്റേറ്റ് ഹൈവേ ആണ്. ടോള് ഇതാരാണ് ടോള് കൊടുക്കാതെ രക്ഷപ്പെടാൻ നോക്കുന്നവർക്ക്? അമ്മോ, ഇത് എന്ത് ഹമ്മ. അല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏകദേശം 2 മണിക്കൂറായി. നമുക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്നത്ര സ്ട്രെച്ച് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ല പതുക്കെ റെസ്റ്റ് എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. എനർജിക്കൊന്നും ഒരു കുറവുമില്ല, വൈബിനും ഒരു കുറവുമില്ല. നമ്മൾ നേരെ പോകുന്ന ആ മറ്റേ മരുഭൂമിയുടെ ഒരു ഇതില് തറയിൽ കാണാനുള്ള ഒരു ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. മീൻസ് ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് സ്ട്രെച്ച് ചെയ്യുന്നത് അറിയുന്നേ ഇല്ല കേട്ടാ. സോളോ ട്രിപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ പോകാനൊരു സുഖമുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പോകുമ്പോൾ ഉള്ള ഫീല് വേറെയാണ്, സോളോ റൈഡിന്റെ ഫീല് വേറെയാണ്. അപ്പൊ എൻ്റയർ ഫീല് വേറെയാണ്. അപ്പൊ ഈ സോളോ മോഡിലേക്ക് ഞാൻ കംപ്ലീറ്റ്ലി അഡാപ്റ്റായി വന്നു കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോകാൻ വളരെ എന്താ പറയാ വേറെ ഫീലാണ്. അല്ലാതെ ഇപ്പൊ ചിലർക്കെങ്കിലും തോന്നും ഇത്ര നാള് ഫ്രണ്ട്സുമായിട്ട് വന്നിട്ട് ഇപ്പൊ സോളോ പോകാൻ ഒരു മടുപ്പ് വരില്ലേ എന്നൊക്കെ മേ ബി തോന്നാം. പക്ഷെ നോ, ഇത് രണ്ടും രണ്ട് രീതിയാണ്. നമ്മൾ അതിലേക്ക് അഡാപ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോക്കില്ല, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കേട്ടോ, ചെറിയ ചെറിയ വീടുകൾ. ഓ, കുറേ നേരത്തിന് ശേഷം കേട്ടോ ഒരു ട്രക്ക് കാണുന്നത്. ചേച്ചിമാര് പ്യുവർ രാജസ്ഥാനി, അതായത് രാജസ്ഥാനിലെ അവരുടെ കൾച്ചർ. ഇവിടെ പശുക്കളുടെ ഒക്കെ ചെവി കുറച്ച് നല്ലോണം നീണ്ടിട്ടാണ് കിടക്കുന്നത് കേട്ടോ, നമ്മളിൽ നിന്ന് വ്യത്യാസമായിട്ട്. ഓക്കെ, മഴ. അപ്പോൾ നേരത്തെ അവിടെയൊക്കെ നല്ല മഴക്കാറുണ്ടായിരുന്നു, മഴ പെയ്യാൻ ചാൻസ് ഉള്ള പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി, ആകാശം തെളിഞ്ഞു, സൂര്യൻ വന്നു. ചൂട് തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയിപ്പോ ജയ്സൽമീർ എന്താണ് ക്ലൈമറ്റ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ചൂടായിരിക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. മരുഭൂമി ആയതുകൊണ്ട് ചൂടായിരിക്കുമോന്ന് ഞാൻ ക്ലൈമറ്റ് നോക്കിയില്ല. അതാണ് സത്യം. കൊച്ചി എത്തി എന്ന് പറയുന്ന പോലെ മരുഭൂമി എത്തി. ഒട്ടകങ്ങളെയൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ആക്ച്വലി ഇതെല്ലാം ഗ്രാമപ്രദേശമാണ് കേട്ടോ, നല്ല ഗ്രാമപ്രദേശമാണ്. 1:30 ഞാൻ കുറച്ച് നേരം കൊണ്ട് ഹോട്ടൽ നോക്കുന്നു, കിട്ടുന്നില്ല. പെട്രോൾ പമ്പുകളുണ്ട്, പക്ഷെ ഹോട്ടൽസ് കിട്ടുന്നില്ല. അതാണ് ഇപ്പോൾ ആകെ പ്രശ്നം. പെട്രോൾ പമ്പ് അവിടെ ആയിട്ട് പെട്രോൾ പമ്പുകളുണ്ട്. പക്ഷെ ഫുഡ് കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കിട്ടാനുള്ള വഴി കാണുന്നില്ലല്ലോ. ഏതൊരു ഹോട്ടലാണോ? ക്യാമറ ഓൺ ചെയ്താൽ അപ്പോൾ വരും. In 600 meters, turn right. എന്തൊരു കഴിക്കാനായിട്ട് നോക്കാം. നമുക്കിനി ഫുഡ് വെച്ചിട്ട് ബാക്കി റൈഡ് നോക്കാം, അതായിരിക്കും ബെറ്റർ. ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര ഇതുണ്ട്. ഓക്കെ, അപ്പോൾ ഫുഡ് വെച്ചിട്ട് കാണാം.
ഗായ്സ്, അപ്പൊ നമ്മൾ പതുക്കെ എന്താ പറയാ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഏകദേശം ഒരു 40-45 മിനിറ്റ് അവിടെ എടുത്തു കേട്ടോ ഫുഡ് കഴിക്കാൻ. റെസ്റ്റിനെടുത്തു. നമ്മള് ഇനിയിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഒന്നുകൂടെ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് 380 കിലോമീറ്റേഴ്സ് ഓടാം. 380 കിലോമീറ്റേഴ്സ് നമുക്ക് ഒറ്റ സ്ട്രെച്ചിനെടുക്കാം. 600 meters. നോർമലി ഇപ്പൊ സോളോ ഗൂഗിൾ ചേച്ചി വഴി പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഇപ്പൊ സോളോ ആയിരിക്കുന്ന സമയത്ത് 350 കിലോമീറ്റർ ചിലപ്പോ ഒറ്റയടിക്ക് സെറ്റ് ചെയ്യും കേട്ടോ. ആരടാ ഇവൻ. അപ്പൊ നമ്മള് 380 ഒറ്റയടിക്ക് സെറ്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ എടുക്കാം. സീരിയസ്ലി സോളോ അടിക്കുമ്പോൾ നമുക്ക് ഇത്രയും കിലോമീറ്റർ പോകുന്നത് അറിയില്ല. നമ്മളൊരു ലെവലിൽ ഇങ്ങനെ പോയിട്ടേയിരിക്കും. സ്ട്രെച്ച് ഇങ്ങനെ നീണ്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്നും ചിലപ്പോൾ അറിയുക പോലും ഇല്ല. ഇപ്പൊ അവിടെ എത്തിയിട്ടായിരിക്കും ഒക്കെ അറിയുന്നത്. അതായത് ഇപ്പൊ നമ്മള് ഗ്യാങ്ങായി വരുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോരോ ശരീരപ്രകൃതി ആയിരിക്കുമല്ലോ. അപ്പൊ ചിലർക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നും, ചിലർക്ക് റെസ്റ്റ് വേണ്ടാന്ന് തോന്നും. നമുക്കിപ്പോ രണ്ടായാലും ഒന്നും കേട്ടോ. വേണമെങ്കിൽ വേണം, വേണ്ടെങ്കിൽ വേണ്ടെന്നാണ്. കണ്ടിന്യൂസ് റൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അതൊന്നും വിറ്റല്ല. പക്ഷേ ഓക്കെ, നമുക്ക് ഇങ്ങനെ ആസ്വദിച്ച് പോവാം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതെല്ലാം ഗ്രാമപ്രദേശങ്ങളാണ് കേട്ടോ. ഗ്രാമം പറഞ്ഞാലും ഗ്രാമം തന്നെയാണ്. ഫുള്ള് ഗ്രാമപ്രദേശമാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള രാജസ്ഥാൻ എന്താണെന്ന് അറിയാൻ ഈ ഒരു റൂട്ടൊക്കെ നന്നായി സഹായിക്കും. നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ ഇവിടെ എല്ലാവരും. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് എന്താ പരിപാടി, നമുക്ക് മരുഭൂമി കാണാൻ പറ്റുമോ? അതായത് സൺസെറ്റ്. പുള്ളിക്കാരൻ പറഞ്ഞു 10 മണിക്കൊക്കെ അവിടുത്തെ ഡെസേർട്ട് ഹോട്ടലുകളൊക്കെ അടക്കും എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് നോക്കാം. എന്തായാലും 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുന്നുണ്ട്. നമുക്കതൊരു 8:30 ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ റോഡ് ഇങ്ങനെ വൺ വേ റോഡുകളും പിന്നെ ഗ്രാമങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് സ്പീഡ് റൈസ് ചെയ്യാൻ പറ്റില്ല. പറ്റുന്നത്ര സ്ട്രെച്ച് ചെയ്ത് പോവാം. എന്നിട്ട് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഒരു സൺസെറ്റ് തന്നെയാണ് നമ്മളെ ജയ്സാൽമീറിലോട്ട് വെൽക്കം ചെയ്യുന്നത്. വളരെ മനോഹരമായ സൺസെറ്റ് ആണെങ്കിലും ആ വെയിൽ എൻ്റെ കണ്ണിലോട്ടാണ് അടിക്കുന്നത്. അത് വളരെ ഇറിറ്റേഷൻ ആയിട്ട് തോന്നിട്ടോ. ഏകദേശം 5 മണിയായിട്ടോ. കണ്ടിന്യൂസ് റൈഡാണ്. നിർത്തിയില്ല. ഒരു സ്ഥലത്ത് നിർത്തിയിട്ടോ. എപ്പോഴാണെന്ന് അറിയോ, ഒരു റെയിൽവേ ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത്. അപ്പം അവിടെ ഒരു 5 മിനിറ്റ്സ് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊഴിച്ചാൽ വേറെ എവിടെയും നിർത്തിയിട്ടില്ല. നമ്മൾ ലഞ്ച് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് റൈഡാണ്. ഇനി 240 കിലോമീറ്റർ പോകാനുണ്ട് കേട്ടോ. ഏകദേശം 8:50 ഇതിൽ കാണിക്കുന്നത്. നമുക്കൊരു 8:30 ആകുമ്പോഴത്തേക്ക് എത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആകെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ റോഡാണ്. അതുവരെയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും നമുക്കിപ്പോൾ ഹൈവേ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒറ്റപ്പെട്ട റോഡല്ല. ഒറ്റപ്പെട്ട റോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ഇത് ഫ്രണ്ടിൽ എന്താണ്. അതുകൊണ്ട് മാത്രം ഇത് സാരമില്ല, നോക്കാം. പിന്നെ എല്ലാവരും ഇവിടെ ഉള്ളവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ അതിശയാണ് കേട്ടോ. ഇതുവഴി റൈഡേഴ്സ് ഒന്നും വരാറില്ലെന്ന് എനിക്കറിയില്ല. എന്നാലും ഓക്കെ, നല്ല സപ്പോർട്ട് വന്നു കേട്ടോ. നല്ല അടിപൊളി സപ്പോർട്ടാണ്. നല്ല സ്നേഹമുള്ളവരാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് റൈഡ് എത്രയായി? ഇപ്പൊ 2:30 കയറി 3:30, 4:30, 5, 2-2.5 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് റൈഡാണ്. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യണവരെ കണ്ടിന്യൂസ് റൈഡ് ചെയ്യണമെന്നൊന്നും ഇനി മറ്റേ കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്ത് പോകണമെന്നൊന്നും എനിക്കില്ല. പക്ഷെ എന്താണെന്നറിയില്ല, നിർത്താനുള്ള ഒരു ഇതില്ല. അതായത് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നില്ല. ആ ഒരു ഇത് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്താ പറയുക, വണ്ടി നിർത്താതെ അങ്ങനെ പോകണമെന്ന് മാത്രം. എവിടെയെങ്കിലും നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം.
സൂര്യൻ വരുന്നുണ്ട്. നല്ല അടിപൊളി സൺസെറ്റ് കിട്ടുമോ നോക്കട്ടെ എവിടെ നിന്നേലും. അതെന്താ ചെക്ക് പോസ്റ്റ് ആണോ? ഏതോ ഒരു ചെക്ക് പോസ്റ്റ് ആണെന്ന് തോന്നുന്നു. ചെക്ക് പോസ്റ്റ് ആണോ എന്തോ ആണോ? ജയ്സാൽമേർ ജയ്സാൽമേർ 239 കിലോമീറ്റർ. യെസ്, അപ്പൊ ഇതിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പൊ വഴിയൊന്നും മാറിയിട്ടില്ല. അപ്പൊ നമ്മൾ നേരെ ജയ്സാൽമേർ പോകുന്നു, ഒട്ടാത്തിന്റെ പുറത്ത് കയറുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ കുറെ നേരമായിട്ട് നമ്മുടെ സിംഗിൾ റോഡ് ഹൈവേയിലൂടെയാണ് വന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്കൊരു നാഷണൽ ഹൈവേ 11 കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, നല്ല റോഡാണ്. അപ്പൊ നമുക്ക് മാക്സിമം എത്ര സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. അടിപൊളി. പറഞ്ഞു തീർന്നില്ല, അപ്പത്തേക്കും സിംഗിൾ റോഡായോ. എന്തുവാണ് ഇത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. സിംഗിൾ റോഡായി. ഇവിടെ മെയിൻ ഇഷ്യൂ എന്താണെന്നറിയോ, സിംഗിൾ റോഡ് മാത്രമല്ല പ്രശ്നം കേട്ടോ. നടു റോഡിലാണ് പശു നിൽക്കുന്നത്. അതിന്റെ അടുത്ത് എത്തിയുമ്പോഴാണ് അറിയുന്നത്. എനിക്ക് 2 പ്രാവശ്യം ഇൻസിഡന്റ് ഉണ്ടായിട്ടോ. മറ്റേ കറുത്ത പശു അറിയുന്ന പോലും ഇല്ല. ഡിമ്മിട്ടിട്ട് പോയാൽ അറിയുന്ന പോലും ഇല്ല. ഒരു വഴിയില്ല, ഹൈവേയും ഇട്ടിട്ട് പോകാനേ വഴിയുള്ളൂ. ഓപ്പോസിറ്റ് വണ്ടി വരുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷെ എന്താ ചെയ്യാ, വേറെ വഴിയില്ല. അതുകൊണ്ടോ ഇവന്മാര് ഈ കിടക്കുന്നവന്മാര് നേരെ മറ്റേ റോഡിലാണ് ഇറങ്ങി നിൽക്കുന്നത്. ആകെ സീനാണ്. അതുകൊണ്ട് ഹൈവേ ഇട്ടിട്ട് പോകാനല്ലാതെ വേറെ ഒരു വഴിയില്ല. ചെറിയ വിളിക്കുന്നവരോട് കാര്യം സമാധാനത്തിൽ പറയാം. 2 പ്രാവശ്യം എനിക്ക് ഇരിച്ചിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത്. പക്ഷെ ഞാൻ വിചാരിച്ചു നാഷണൽ ഹൈവേ 11 എന്ന് പറഞ്ഞപ്പോ നല്ല അടിപൊളി റോഡായിരിക്കും. അവിടുന്ന് ഇതുവരെ നല്ല റോഡായിരുന്നു. ഇതിപ്പോ എന്താ ഇങ്ങനെ ഇത് കഷ്ടമായത്. ഒരു ഡബിൾ റോഡ് കിട്ടുന്നു, ഒരു 1 വേ റോഡ് കിട്ടുന്നു, ഒരു 4 വരിപ്പാത ഹറ്റി. ശരി, എന്തായാലും പോയാലേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനിയും ഒരു 150 കിലോമീറ്റർ പോകണ്ട കേട്ടോ. 150 കിലോമീറ്റർ. സമയമൊന്നും അത്ര ആയിട്ടില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഒരുപാട് സമയമായെന്ന്. സമയമൊന്നും അത്ര ആയിട്ടില്ല. ജസ്റ്റ് 6:40 ആയിട്ടുള്ളൂ കേട്ടോ. 6:40. അപ്പത്തേക്കും ഇങ്ങനെ ഇരുട്ടായി. അതെന്താ ചെയ്യാ. 6:40 ആയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും ഒരു 8:30 ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. 6:40, 6, 7, 8, 150 കിലോമീറ്റർ. 9 മണി 8:30 കഴിഞ്ഞ് എന്തായാലും എത്തും കേട്ടോ. അധികം ലേറ്റ് ഒന്നും ആവില്ല നമ്മള്. അപ്പോ നോക്കാം. ഈ റോഡ് നേരെ പോയിട്ട് എവിടെയെങ്കിലും എത്തുമെന്ന് അറിയില്ല, ദൈവത്തിനറിയാം. അതായത് ഈ 4 വരിപ്പാത ആവുമെന്ന് കണ്ടറിയണം. പക്ഷേ എന്നെ പറ്റിക്കൂലേ. ഞാൻ വിചാരിച്ചു അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കയറുകയാണ് ചെയ്തത്. അപ്പോ അവിടെ 6 വരിപ്പാതയായിരുന്നു നോക്കുമ്പോ. അത് ഫ്ലൈ ഓവർ ആയിരുന്നു തോന്നുന്നു. എന്നെ പറ്റിച്ച്, എന്നെ പൊതിപ്പിച്ച് കളഞ്ഞു. ശരി, പോട്ടെ. അപ്പൊ എന്നാലും ഒരു 100 ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ആകെ പേടിന്ന് പറയണ്ടേ, പശുക്കൾ മാത്രമേ ഉള്ളൂ. പശു, പട്ടി, ഈ 2 സാധനമാണ് ഇപ്പോഴത്തെ പേടി. നോക്കാം. അപ്പോ അപ്പൊ നമ്മൾ അങ്ങനെ ജയ്സാൽമേർ എത്തിട്ടോ. 8:55 പൊളി. നമ്മുടെ നേരത്തെ അവിടെ ജയ്പൂർ വെച്ച് താമസിച്ച ആ പുള്ളിക്കാരൻ, ആ ചേട്ടൻ പറഞ്ഞ അത് നമ്മള് ഹോട്ടൽ നോക്കുന്നുണ്ട്. ഹോട്ടൽ നോക്കുന്നുണ്ട്. ഓ ജയ്സാൽമേർ കൊള്ളാല്ല. നമ്മൾ നേരെ ആ ഹോട്ടലിലേക്കാണ് പോകണം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ റിമോട്ട് ഏരിയ ഒന്നും അല്ല കേട്ടോ. ബോർഡർ ഏരിയ ആയതുകൊണ്ട് ഇച്ചിരി ആർമി ഏരിയ ആണ്. പക്ഷെ നല്ല രസമുണ്ടല്ലോ കാണാൻ. ഓക്കെ, 600. ഇനി 750 മീറ്ററും കൂടെ ഉള്ളൂ. റെസ്റ്റോറൻറ്റ്.
जी हाँ रेस्टोरेंट नहीं होटल ढूंढ रहा हूँ रियल डेजर्ट मैन कैमल सफारी होटल होटल हेलो ब्रदर ब्रो मैंने रीच हो गया इधर आपका किधर ऑफिस साइड हो लोके किसके पास हो आप जो लोकेशन बोला वो वाला लोकेशन पे आ गए ठीक है मैं आया 2 मिनट में। इधर फ्रेडी फूड्स है ना हाँ बस रुको 2 मिनट आया 2 मिनट इधर ही रुकूं या आगे आऊँ हाँ इधर ही नहीं इधर ही रुको उधर ही मैं आया 2 मिनट हाँ ओके പുള്ളി ഒന്ന് എനിക്ക് നല്ലൊരു ഹോട്ടൽ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഇന്ന് ഡെസേർട്ട് ക്യാമ്പ് ഓപ്പൺ അല്ല, കാരണം 9 മണി ആയതുകൊണ്ട് ക്ലോസ് ചെയ്തു. നമ്മളപ്പോൾ നാളെ ഡെസേർട്ട് ക്യാമ്പിൽ പോവും. പുള്ളിയുടെ തന്നെ ഡെസേർട്ട് ക്യാമ്പിൽ തന്നെ എനിക്ക് സെറ്റ് ചെയ്ത് തന്നു. 3000 രൂപയാണ് കേട്ടോ, 3000 രൂപയാണ് ചാർജ് ചെയ്തത്. വിത്ത് സ്റ്റേ, ഒരു നൈറ്റ് സ്റ്റേ, ക്യാമൽ റൈഡ്, ഫുഡ് കാര്യങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ട് കേട്ടോ 3000 രൂപ നമുക്ക് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. അപ്പം നമ്മുടെ ക്യാമൽ റൈഡും ഡെസേർട്ട് റൈഡും ഒക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ ബൈ.